ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന യേശുവിൻ്റെ വചനം, മരണത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടിയാണ് ആദ്യത്തെ പ്രയർ. നമുക്ക് ഒന്നിച്ച് കണ്ണടച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബവും ദൈവം തന്നെ അനുഗ്രഹത്താൽ നിറക്കട്ടെ. നീതിമാന്റെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങൾ ഉണ്ടാകുമെന്നാണ് വചനം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്തു വരികയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹീതമായ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ കൈ നീട്ടി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവർ തന്ന പ്രാർത്ഥന വിഷയത്തിൽ യേശുവിൻ്റെ കരം ചലിക്കണം. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത വലിയൊരു ദൈവപ്രവൃത്തി നിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു നിൻ്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജീവിക്കുന്ന വചനം കേൾക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കാം. വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഗോഡ് ബ്ലെസ് യു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 19-ാം വാക്യം. മാർക്ക് ചാപ്റ്റർ 9 വേഴ്സ് 19 വായിച്ചു കേൾക്കാം. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞു. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. ആത്മാവ് വർഷങ്ങളായി തീക്കകത്തും വെള്ളത്തിനകത്തും അവനെ തള്ളി അവന്റെ ജീവനെ കൊയ്തുകൊണ്ട് പോകാൻ പദ്ധതിയിട്ട ദുരാത്മാവ് യേശുവിനെ കണ്ടപ്പോൾ അവന്റെ ദേഹത്തുനിന്ന് ഇഴയ്ക്കാൻ തുടങ്ങി. അടുത്ത കേട്ടോണം. അവൻ നിലത്തു വീണ് നുരച്ചു. ഇതവന് സംഭവിച്ചിട്ട് എത്ര കാലമായെന്ന് അവന്റെ അപ്പൻ അവനോട് ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ, അപ്പം പറയാ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും. കൈ ഉയർത്തി പിടിച്ചേ. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഒന്നുകൂടെ കൈ ഉയർത്തി പിടിച്ചേ. ശബ്ദം കുറവല്ലേ? വിശ്വസിക്കുന്നവർക്ക് സകലതും കഴിയും. ഒന്നുകൂടെ ചേർത്ത് പറയാം, വിശ്വസിക്കുന്ന എനിക്ക് സകലതും കഴിയും. കൈ വീശിക്കൊണ്ട് രണ്ട് കൈയും, വിശ്വസിക്കുന്ന എനിക്ക്, വാതുറന്ന് വിശ്വസിക്കുന്ന എനിക്ക് സകലതും കഴിയും. ആ വാക്യത്തിന് അടിയിലോട്ട് 2 പ്രാവശ്യം ലൈൻ ഇടണം. ആമേൻ. പ്രതികൂലങ്ങൾ വരുമ്പോ ഈ വാക്യം അങ്ങോട്ട് മുറുകെ പിടിച്ചോണ്ട് എഴുന്നേറ്റ് പറയണം, വിശ്വസിക്കുന്ന എനിക്ക് സകലതും കഴിയും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ചിലരുടെ അകത്ത് വിശ്വാസം ചിറകടിച്ച് കയറുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ല ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കാര്യത്തിന് നീക്കുപോക്കുണ്ടെന്ന്? നിങ്ങളുടെ അകത്ത് അന്തരാത്മാവിൽ യേശു പറയുന്നില്ലേ, ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ കാര്യത്തിന് വിടുതലുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ ആ ജപ്തി ക്യാൻസൽ ആകൂ. ഈ ദിവസങ്ങളിൽ തന്നെ അറിയപ്പെടാത്ത കണ്ടോ യെസ്. ഓ ഹല്ലേലൂയ. ഞാൻ ഒരു വലിയ ദൈവിക വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങളിൽ തന്നെ നിനക്ക് വിജയമുണ്ട്, നിനക്ക് വിടുതലുണ്ട്. വീടടക്കം സന്തോഷിക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് വിശ്വസിക്കും. ചില സ്ഥലങ്ങളിൽ നിനക്ക് മറുപടി വരാൻ പോവുക. അടുത്ത ഫോൺ കോളിൽ, അടുത്ത ഇമെയിലിൽ നിനക്ക് മറുപടി ഉണ്ട്. ഈ TV കണ്ടോണ്ടിരിക്കുന്ന നിനക്ക് മറുപടി ഉണ്ട്. ഓൺലൈനിൽ കൂടെ വിവിധ രാജ്യത്തിരുന്ന് കാണുന്ന നിനക്ക് മറുപടി ഉണ്ട്. നിന്റെ വിടുതലിന്റെ സമയങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. വിശ്വസിക്കുക. നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അവിശ്വാസം കൊണ്ടാ, തിരിച്ചു പോകുന്നത് വിശ്വാസം കൊണ്ടാ.
നിന്റെ കുടുംബത്തിനകത്ത് അവിശ്വാസം വിതച്ച പിശാച് പറയും, ഇനി ഞാൻ അവിടെ നിൽക്കത്തില്ല, പൊക്കോളാം. എന്താ കാര്യം? അവന്റെ അകത്ത് വിശ്വാസത്തിന്റെ വിത്ത് വീണ് കഴിഞ്ഞു. ഒരാമീൻ പറഞ്ഞു തുടങ്ങണേ. എൻ്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങളുടെ അകത്ത് വിശ്വാസത്തിന്റെ വിത്ത് വീഴണം. വിശ്വാസം വന്നാൽ എല്ലാം വന്നു. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? വിശ്വാസം വന്നാൽ എല്ലാം വന്നു. ശ്രദ്ധിക്കണേ, യേശു പറയാ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. അടുത്ത വാക്യം കൂടെ വായിച്ചേരെ. വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. നിങ്ങൾ ഇന്ന് രാവിലെ കരഞ്ഞ വിഷയമുണ്ടല്ലോ, അത് കഴിയും. ഇന്നലെ രാത്രി കട്ടിലെ തിരിഞ്ഞും മറിഞ്ഞും കടന്നു നീ കരഞ്ഞ വിഷയം മേളി കേട്ടച്ച് രാവിലെ ദൂതം തന്ന് വിട്ടേക്കുക. നിന്റെ കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിനക്ക് വിശ്വസിക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ആമയും പറഞ്ഞാട്ടെ. എടാ, വിശ്വസിക്കുന്നവന്റെ വഴി വേറെയാ. അതുകൊണ്ടാ വിശ്വാസം പഠിക്കണമെന്ന് പറയുന്നേ. ഒരാമയും പറഞ്ഞാട്ടെ. വിശ്വസിച്ചവൻ ചെങ്കടലിൽ കൂടെ നടന്നു, വിശ്വസിക്കാത്തവൻ അത് കഴിഞ്ഞില്ല. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി കാക്ക പറക്കും. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഒരു ഭരണി എണ്ണയ്ക്കകത്തുനിന്ന് നന്മ വരും. വിശ്വസിക്കുന്ന നിന്റെ കലത്തിലെ മാവ് വറ്റത്തില്ല. പ്രകൃതി നിയമത്തെ തിരുത്തി സകല നിയമങ്ങളെ മാറ്റി വിശ്വസിക്കുന്ന നിനക്ക്. അപ്പൊ ഞാൻ കൊണ്ടുവരാൻ പോകുന്ന സബ്ജക്റ്റിലേക്ക് ശ്രദ്ധിക്കുക. ഞാൻ ആരെ വിമർശിക്കല്ല, വലിയൊരു ദൂത് പറയുക നിന്നോട്. ഇന്ന് ചില കോട്ടകളെ ഇടിച്ചേ പറ്റൂ. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ചില സാത്താന്യ ആസക്തിയുടെ മേൽ ഇന്നത്തെ ആരാധനയിൽ യേശു ജയം തരട്ടെ. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ചില വീടിനകത്ത് ചില ആക്രമണങ്ങളെ ദൈവം തടയട്ടെ. നീണ്ട വർഷങ്ങള് ഒരു രാജ്യത്ത് ജോലിയിലായിരുന്ന ഒരു ബ്രദർ ജോലി കഴിഞ്ഞ് സ്തോത്രം നാട്ടിൽ വന്ന് മനോഹരമായൊരു വീട് വെച്ചു. വളരെ മനോഹരമായൊരു വീട്. അത് ഏതാണ്ട് 12,000 14,000 ഒക്കെ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ആ വീട് മുഴുവൻ. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിനേക്കാൾ വലുതാ ടോയ്ലറ്റ്. സ്തോത്രം. വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ ഫെസിലിറ്റിയും ആ ടോയ്ലറ്റിലുണ്ട്. നീണ്ട വർഷങ്ങൾ അധ്വാനിച്ച് 53-ാമത്തെ വയസ്സിൽ ഇനിയും ബാങ്കിലിട്ട ക്യാഷ് കൊണ്ട് തൻ്റെ ഭാര്യയും മക്കളുമൊത്ത് സുഖകരമായ ലൈഫ് നയിക്കാൻ എല്ലാം കഴിഞ്ഞ് അധ്വാനത്തിൻ്റെ ആ സംതൃപ്തിയോടെ നാട്ടിൽ വന്ന് വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ് സ്തോത്രം 3-ാമത്തെ ദിവസം ടോയ്ലറ്റിൽ കയറി കുളിച്ചിട്ട് വെളിയിലോട്ടിറങ്ങി. സ്തോത്രം. താൻ തോർത്തിയ ടവലിടാൻ 2ാമത് അങ്ങോട്ടൊന്ന് കയറിയതാ. വെള്ളത്തെ ചവിട്ടി അമ്മി തെന്നി താഴോട്ട് വീണു. പിന്നെ എഴുന്നേറ്റിട്ടില്ല. സ്തോത്രം. തനിക്ക് ബാർബിക്യൂ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആ വീടിൻ്റെ വെളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. തനിക്ക് വെളിയിൽ പോയിരുന്ന് ദൈവത്തിന് സ്തോത്രം കാണാനുള്ള കാഴ്ചകൾ 2 ഏക്കർ ഭൂമിക്കകത്ത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ ആ പ്രായം മുതൽ ഞാൻ കാണുമ്പോൾ 11 വർഷമായി പുറമെല്ലാം പൊട്ടി. രാവിലെയും വൈകിട്ടും 2 നേഴ്സുമാരുടെ മെയിൽ നേഴ്സുമാരുടെ ഡ്യൂട്ടിയിൽ നിന്നുകൊണ്ട് ഇവനെ ട്രീറ്റ് ചെയ്യുക. വായിക്കൂടെ ഈളാവെല്ലാം ഒളിപ്പിച്ചുകൊണ്ട് ഒരു ബെഡേ കിടക്കുക. കോടികൾ ബാങ്കിലിട്ടിട്ട് അനുഭവിക്കാൻ വന്നവൻ ഒരിത്തിരി വെള്ളത്തിനകത്ത് ജീവിതം ഒടുങ്ങിപ്പോയി. ഒരാമയും വരുന്നില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം ഞാൻ ദൈവത്തിന് സ്തോത്രം എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു പോയി. അവിടുത്തെ അമ്മ വാവിട്ട് കരഞ്ഞു. ഫോട്ടോയിൽ കാണിച്ചു, ഇത് മൂത്ത മോള്. ഹല്ലേലൂയ. ഇത് 2ാമത്തെ മോന്. ഹല്ലേലൂയ. ചുരുക്കി അങ്ങ് പറയാം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ എല്ലാവരും കാണിച്ചു. ഞാൻ ചോദിച്ചു, മോൻ എവിടാ? മോൻ ഡാളസിലാ. മോളെവിടാ? വീട്ടിലുണ്ട്. എന്നാ ഒന്ന് വിളിക്കേ. കണ്ടാ നല്ല സുന്ദരി. അപ്പൊ എന്നോട് പറഞ്ഞു, ഇപ്പൊ കണ്ട ബ്രദർ മയങ്ങിപ്പോ, അതുകൊണ്ട് കാണിക്കത്തില്ല. എന്നാ കാര്യം? സ്തോത്രം. ഒരു സ്ഥലത്ത് ദൈവത്തിന് സ്തോത്രം വനത്തിനകത്ത് ഒരു ടീമിന്റെ നേതൃത്വത്തിൽ യാത്ര ചെയ്തു. വനത്തിനകത്ത് വലിയ ദൈവത്തിന് സ്തോത്രം ടെന്റ് ഉണ്ടാക്കി. ടെന്റിനകത്ത്
ആമി സ്തോത്രം, ഈ മോളും ബ്രദറും കൂടെ കിടന്നുറങ്ങുമായിരുന്നു. ശ്രദ്ധിക്കണേ ആമി, അവിടെ അവരുടെ തണുപ്പ് മാറാൻ തീ വെളി കൂട്ടിയിരുന്നു. എല്ലാവരും ഉറങ്ങിപ്പോയി. ആമി തീ കയറി ടെന്റിന് പിടിച്ചു. ഈ മോള് കിടന്ന സ്ഥലം വെന്തുപോയി, മുഖമടക്കം കറുത്തുപോയി. ദൈവത്തിന് സ്തോത്രം, മുഴുവൻ ആമി വെന്ത് ഇളുകിപ്പോയി. 1.25 വർഷം ആശുപത്രി കിടന്നു. അവളെ ഒന്നേ നോക്കിയുള്ളൂ, മനുഷ്യക്കോലമില്ല. കണ്ടോ, തീ ഒപ്പിയെടുത്ത ആമി സൗന്ദര്യത്തെ. വെള്ളത്തിലും തീയിലും വ്യാപരിക്കുന്ന 2 അശുദ്ധ ശക്തിക്ക് നേരെ വെല്ലുവിളിക്കുന്ന വചനമായത്. നീ അഗ്നിയിലൂടെ കടന്നാലും അത് നിന്നെ ദഹിപ്പിക്കത്തില്ല. ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത്, നിനക്കും എനിക്കും വരേണ്ട 100 കണക്കിന് വിപത്തുകൾ ഒഴിഞ്ഞു പോയത് നിന്റെ മിടുക്കല്ല, നീ ഒരാളുടെ സൂക്ഷിപ്പിനകത്താണ്. അവിശ്വാസത്തിന്റെ ഒരു വകഭേദമാണ് ഈ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ചിന്തകൾ, മടുപ്പിക്കുന്ന വർത്തമാനങ്ങൾ, തകർക്കുന്ന വർത്തമാനങ്ങൾ. അതിനെ നീ ജയിച്ചേ പറ്റൂ. ഒരാമയും പറഞ്ഞോട്ട്. ഹല്ലേലൂയ. ആമീൻ. ഒരു അവിശ്വാസമുള്ള ഒരാള് ഒരു വീട്ടിൽ ചെന്ന ഒരു രോഗിയെ കണ്ടാൽ പറയും, ബ്രദറെ സൂക്ഷിച്ചോണം, ഞങ്ങളുടെ ഇതൊക്കെ 2 പേര് ഇതേ രോഗം വന്ന് മരിച്ചതാ. വിശ്വാസമുള്ള ഞങ്ങൾ പോയാൽ പറയും, ആമീൻ ബ്രദറെ ഒന്നും പേടിക്കണം, നിനക്ക് ദീർഘായുസ. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. 68 വയസ്സ് പ്രായമുള്ള ഒരു അച്ഛൻ എൻ്റെ അടുക്ക വന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ ചാകാൻ പോവുക. ഞാൻ പറഞ്ഞു, 10 കൊല്ലമായിട്ട് അച്ഛനെ കാണും, അച്ഛൻ എന്തിനാ ചാകുന്നേ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ വയറിലൊരു വേദന, ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്തപ്പോൾ തെളിഞ്ഞേക്കുവാ, ആമീൻ നിനക്ക് 2 കിഡ്നിയില്ല, 1 കിഡ്നിയേ ഉള്ളൂ. ഒരു കിഡ്നി 35% പ്രവർത്തിക്കുന്നുള്ളൂ. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഞാൻ അവൻ 1 കിഡ്നിയെ സൃഷ്ടിച്ചിട്ടുള്ളൂ, ആ കിഡ്നിക്ക് 35% പ്രവർത്തനമുള്ളൂ. അവൻ ഞാനിട്ട് ആയുസ് വരെ ജീവിക്കും. ഒരാമയും വരുന്നില്ല. ഞാൻ പറഞ്ഞു, ആമീൻ അച്ഛൻ പോയി ഡോക്ടറോട് പറഞ്ഞു ചെക്കപ്പ് നടത്താൻ. ജനിച്ചപ്പോൾ എങ്ങനാ ഡോക്ടർ ചെക്കപ്പ് നടത്തിയത്? ഒന്നും പേടിക്കണ്ട, ജനിച്ചപ്പോൾ മുതലേ 1 കിഡ്നിയേ ഉള്ളൂ, അത് തൊട്ട് 35% ആമി പ്രവർത്തിച്ചിട്ടുള്ളൂ. ഇതുവരെ പുള്ളിക്കൊരു പനി പോലും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, അച്ഛാ പേപ്പർ കീഴിക്കളഞ്ഞ വെച്ച് വീട്ടിൽ പോകൂ. അതിന്റെ കാരണം എന്നാ, നിന്നെ സൃഷ്ടിച്ചത് അങ്ങനാ. എടാ വിശ്വാസം കൊണ്ട് ഒരവയവും ഇല്ലാലും ജീവിക്കും. എപ്പോഴാ വിശ്വാസത്തിന്റെ സ്ഥാനം? സാഹചര്യം മുഴുവൻ എതിരാകുമ്പോ വിശ്വാസം പറയണം. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞതാ, ഒരമ്മച്ചിക്ക് ഒരു മോനുണ്ടായിരുന്നു. ആ മോൻ ഭയങ്കര കുടിയനാണ്. കുടിച്ചു കഴിഞ്ഞ് വാള് വെക്കും, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് സ്തോത്രം, കവലയിൽ 4 മണിക്ക് അവൻ കുടിച്ച് പൂസായി ഛർദ്ദിച്ച് കിടക്കുക. അമ്മച്ചിയുടെ അടുക്കൽ ആൾക്കാർ എന്ന് പറഞ്ഞു, അമ്മേ വണ്ടിയും കൊണ്ട് ചെല്ല്, അമ്മയുടെ മോൻ ഛർദ്ദിച്ച് കിടക്കുന്നു. അമ്മ പറഞ്ഞു, പോടാ ചെറുക്ക, അത് എൻ്റെ മോനല്ല, അവൻ സുവിശേഷ വേലയ്ക്ക് പോയേക്കുവാ. അമ്മയ്ക്കറിയാം അമ്മയുടെ മോനാന്ന്. അമ്മ സന്ധ്യ മയങ്ങുമ്പോൾ ഓട്ടോക്കാരനെ വിളിച്ചോണ്ട് ചെന്ന് ഒരു ചുമട്ടുകാരനെ കൊണ്ട് വണ്ടി കയറ്റി, വണ്ടിയിലും കിടന്ന് ഛർദ്ദിക്കും. വരുമ്പോൾ വണ്ടിയും കഴുകി കൊടുത്ത് അവനെ ഓസിനിട്ട് അടിച്ച് കഴുകി ബെഡ്റൂമിൽ കയറ്റി കിടത്തും. ബെഡ്റൂമിൽ കിടന്ന് ഛർദ്ദിക്കും. അതും കഴുകി വെച്ച് ആ ഛർദ്ദിയിൽ കഴുകിടത്തോട്ട് മുട്ടുകുത്തി വെച്ച് പറയും, ഇവനൊരു ഉപദേശിയാകട്ടെ. അത് ആ അമ്മയുടെ അകത്തെ വിശ്വാസമാ. സംഭവിക്കുന്നത് കുടിയനാ, പക്ഷേ അമ്മയുടെ അകത്തെ വിശ്വാസം അവൻ സുവിശേഷകനാകും. ഇന്ന് പകൽ നിന്റെ സന്തതിയെ നോക്കി അവൻ പോകുന്ന റൂട്ടല്ല വിഷയം, നിന്റെ അകത്ത് നീ ഉണ്ടാക്കിയ വിശ്വാസം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? ഹല്ലേലൂയ. വിശ്വാസം വന്നാൽ പേപ്പർ എഴുതണം, ബൈബിളിൽ ഒട്ടിച്ചു വെക്കണം, പോക്കറ്റിൽ കൊണ്ടു നടക്കണം, ഭിത്തിയിൽ ഒട്ടിക്കണം, വണ്ടിയിൽ ഒട്ടിച്ചു വെക്കണം. യേശുവിന്റെ നാമത്തിൽ ആരൊക്കെ എതിർത്താലും പറയണം, ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകം പഠിക്കണമെങ്കിൽ അത്ഭുതത്തിൽ വിശ്വസിക്കണം. അത്ഭുത മന്ത്രി ആരാ? ക്രിസ്തുവാ. അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാ. നിന്റെ ജീവിതം അത്ഭുതമാകട്ടെ. എൻ്റെ അടുത്ത വാക്യത്തിൽ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഉടനെ ആ മനുഷ്യൻ കർത്താവിനോട് പറയാ, കർത്താവേ എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണേ. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന്. കർത്താവേ തെറ്റുപറ്റിപ്പോയി, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തെ ഒന്ന് സഹായിക്കണേ. അടുത്ത വാക്യം വായിക്കാവോ? എന്നാറേ പുരുഷാരം ഓടിക്കൂടുന്ന യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പിടിക്കുന്ന ചില നിന്നെ വർഷങ്ങൾ കൊണ്ട് ദണ്ണിപ്പിച്ച ചിലതിനോട് പുറത്തു പോ. ഇനിയും ആ
അവനിൽ കടക്കരുത്, അവന്റെ വീട്ടിൽ കടക്കരുത്, അവന്റെ ബിസിനസ്സിൽ കടക്കരുത് എന്ന് കൽപ്പിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് ആർക്കും അവിശ്വാസം ഉണ്ടാകാതിരിക്കട്ടെ. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നേക്കണം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും. അപ്പൊ ഒരാൾ അവിശ്വാസം വ്യാപരിച്ചാൽ അവന്റെ ഹൃദയം പോലും ദുഷ്ടഹൃദയാവും. എന്ന് മഴ പെയ്താലും ചേമ്പലയുടെ മണ്ടയ്ക്ക് വെള്ളം വീണാൽ ഒരു ഗുണവുമില്ല. ഉണ്ടോ? വീഴുന്നെന്നും കാണാം, ഉരുണ്ട് പോകുന്നതും കാണാം. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ, എങ്കിലും കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കറുത്ത ബൈബിളിൽ ചുമക്കുന്ന നിനക്ക് വചന ഉപകാരമാകണമെങ്കിൽ വചനം കേൾക്കുമ്പോൾ അകത്ത് വിശ്വാസം ഉരുവാകണം. വായിച്ചു കഴിച്ച എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. അവനെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എബ്രായർ 4:2 കേട്ടോണം. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട്, വിശ്വാസമായി പരിണമിക്കായികയാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നിങ്ങള് തൈര് ഉപയോഗിക്കുന്നവരല്ലയോ? തൈര് ഉപയോഗിച്ചിട്ടുണ്ടോ? തൈര് ഞാൻ ഇന്നലെ രാത്രിയിലും തൈര് കുടിച്ചു. തൈര് ഉണ്ടാക്കുന്നത് എങ്ങനാ? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, പറയണ എങ്ങനാ? ബൈബിളിലൊന്നുമില്ല തൈര് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. പാല് നല്ലതായിട്ട് വെട്ടി തിളപ്പിച്ചിട്ടിട്ട് ആറുമ്പം 1 സ്പൂണ് തൈരിട്ട് ഇളക്കണം. അതോ പഞ്ചായത്തിലെ മൊത്തം തൈരും കൊണ്ടൊന്ന് അതിനകത്ത് ഒഴിക്കണോ? വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് സഹകരിച്ച് 1 സ്പൂണ് തൈരിട്ട് ഇളക്കിയാൽ നേരം വെളുക്കുമ്പം ആ പാല് എന്തുവാവും? എന്നാ കാര്യം? 1 സ്പൂണ് തൈരിനകത്തെ ബാക്ടീരിയ പാലിനകത്ത് രാത്രി നടന്ന് പരിവർത്തിക്കും. ഇതുപോലെ നിന്റെ അകത്തോട്ടൊരു വചനം അങ്ങോട്ട് ഇട്ടാൽ അതകത്ത് കടന്ന് പരിവർത്തിക്കും. ഇവിടെ കിട്ടിയോ? ബെഡ് കിടക്കുമ്പോഴും ആമി 1 ലക്ഷത്തിന്റെ കട്ടിലാൽ 1.5 ലക്ഷത്തിന്റെ മെറ്റൽ ആമി ദൈവത്തിന് സ്തോത്രം 3 ടൺ AC-ക്കകത്തൊക്കെ നീ കടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷേ അതിനകത്തും ആമി ഒരാത്മാവിന്റെ പരിവർത്തനം. ഇത് വെച്ചോണ്ടാ ഞങ്ങൾ പറയുന്നത്, നിന്റെ രക്ഷപ്പെടുത്താൻ ഒരു വചനം മതി. ഒരാമീൻ പറയണം, ഒരു വചനം മതി. നിന്റെ രോഗ സൗഖ്യമാകാൻ ഒരു വചനം മതി. നിന്റെ കടബാധ്യത പൊട്ടാൻ ഒരു വചനം മതി. നിന്റെ വസ്തുവിന്മേലുള്ള പിടിവലി അവസാനിച്ച് ശത്രു മുട്ടുകുത്താൻ ഒരു അവിശ്വാസത്തിന്റെ കോട്ടകൾ ഇടിയണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിന്നെ ഒരു സകലം പോലും മുന്നോട്ട് വിടാതെ തടസ്സം ചെയ്യുന്ന കോട്ടകളെ ഇടിക്കണം. കണ്ണാടി വെച്ച് അപ്പച്ച ഒന്ന് എഴുന്നേറ്റ്. അപ്പച്ചന്റെ വലത് കൈയുടെ ഇപ്പുറത്തെ ഇടത്തെ കൈയെടുത്ത് വലത്തെ കൈയുടെ ഷോൾഡറിലോട്ട് പിടിച്ചേ, ഇവിടോട്ട് പിടിച്ചേ. അല്ല, തിരിച്ച് മറ്റേ കൈ. ഹല്ലേലൂയ. അവിടെ ഒരു സൗഖ്യം നടക്കുക. അവിടെ ഒരു സൗഖ്യം. ആ കൈക്കൊരു സൗഖ്യം വേണ്ടേ? അവിടെ അല്ലേ നിങ്ങളുടെ അസുഖം? മുമ്പോട്ട് വാ. അങ്ങനെ പിടിച്ചോണ്ട് വാ, അങ്ങനെ പിടിച്ചോണ്ട് വാ. കൈവിടൽ. ഈ കൈ എനിക്കതാ. എത്ര നാളായി അവിടെ വേദന തുടങ്ങിയിട്ട്? 1 വർഷത്തോളമായി. ആ കൈ പൊങ്ങുമോ? പ്രയാസമാണ്. പകുതി വരെ പൊങ്ങത്തുള്ളൂ. എങ്ങനെ? പൂർണ്ണമായിട്ട് പൊങ്ങുമോ കൈ മേളി വരെ? പൊങ്ങാൻ പ്രയാസമായിരുന്നു. ജീസസ്, ജീസസ്. പല രാത്രി എഴുന്നേറ്റിരുന്ന് ആ വേദന കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് എഴുന്നേറ്റിരുന്ന 100 കണക്കിന് രാത്രിയുണ്ട്. ശരിയാണോ? എന്നാൽ ഇന്ന് ആരും തൊടാതെ ആ കൈയുടെ തോള് സൗഖ്യമാകും. യെസ്, ആ കൈ പൊങ്ങട്ടെ, 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 പൊങ്ങട്ടെ. ജീസസ്, സൗഖ്യം. കൈ താത്തിട്ടെ, ഇനിയും പൊക്കിക്കേ, പിന്നെയും താത്തിട്ടെ, പിന്നെയും പൊക്കിക്കേ, പിന്നെയും പൊക്കിക്കേ. ഇച്ചിരിയേലും വേദനയുണ്ടോ? ഇല്ല, ഇല്ല, ഒട്ടുമില്ല, ഒട്ടുമില്ല. ധൈര്യമായിട്ട് പോയിരുന്നു. എന്തുവാ പേര്?
ജീസസ്. ഒരു വീഴ്ച വീണതാ. ഒത്തിരി ചികിത്സിച്ചിട്ടും മാറുന്നില്ല. സ്വതന്ത്രം. ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് നോക്കാം. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. യേശു സൗഖ്യദായകനാ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഞാൻ പറയാം, എവിടാ നിങ്ങളുടെ വീട്? കൂനമ്മാവില്. നൂന്ന് നിന്നാട്ട്. ശ്രദ്ധിച്ചേ, കരയാതെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, സങ്കടപ്പെടാതെ ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്, എന്നെ നോക്ക്. ഈ സമയത്ത് കരച്ചിലല്ല വേണ്ടത്, വിശ്വാസാ വേണ്ടിയേ. എന്നെ നോക്കിയേ, വിശ്വസിച്ചേ, ചിരിച്ചേ, കരച്ചിൽ നിർത്തിക്കേ, എന്നിട്ട് ചിരിക്കാൻ നോക്കിയേ. ഹല്ലേലൂയ. അച്ഛൻ കയ്യെന്നൊക്കെ ചെറുക വിട്ടേ, അച്ഛൻ കയ്യെന്നൊക്കെ വിട്ടോ. സിസ്റ്റർ പുറത്തുവാ. അച്ഛൻ ഇവര് ഹസ്ബൻഡിനെ കാണുമ്പോൾ സ്നേഹം കൊണ്ട് ചിലപ്പോൾ പുള്ളിയെ പിടിച്ചു കളയും. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്ക്, ഞാനിപ്പോൾ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നിങ്ങളൊന്ന് ധൈര്യപ്പെട്ടെ. എന്നെ നോക്കിയേ, എന്നെ നോക്കിയേ, എന്നെ നോക്കിയേ. ഞാൻ നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പൊ ഞാൻ കൈ വിടും, ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ യേശു പിടിക്കും. ഹലോ, വാ, മുമ്പോട്ട് വന്നാട്ട്, വന്നാട്ട്, വന്നാട്ട്. സിസ്റ്റർ തൊടല്ലേ, തൊടല്ലേ, വാ, വാ. യെസ്, തൊടരുത്, തൊടാതെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. തിരിഞ്ഞാട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സിസ്റ്ററെ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. ആരും പിടിക്കണ്ട, യേശു പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വന്നാട്ട്, വന്നാട്ട്. ആരും പിടിക്കാതെ 2 വർഷമായി തളർന്നു പോയവളെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് യേശു ആരും പിടിക്കാതെ, അത്ഭുത മന്ത്രിയായ ദൈവം. യെസ്, ധൈര്യമായി പോയിരുന്നാട്ട്, ആ സീറ്റിൽ പോയിരുന്നാട്ട്, നിങ്ങളുടെ സീറ്റിലേക്ക് പൊക്കാട്ട്, ധൈര്യമായി പൊക്കാട്ട്, ധൈര്യമായി പോയിരുന്നാട്ട്. യെസ്, ആ സീറ്റിലേക്ക് എങ്ങും തൊടാതെ പോയാട്ടെ. യെസ്, യേശുവേ. ഹല്ലേലൂയ. ബ്രദർ ഒറ്റയ്ക്ക് നടക്കുമായിരുന്നോ? നടക്കൂല. 2 വർഷമായിട്ട് നടന്നിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചെറുത് സെറ്റിമൊക്കെ പിടിച്ചിട്ട് പിടിച്ച് ഒന്ന് നടന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും നടന്നിട്ടില്ല. 2 വർഷത്തിന് ആദ്യമായിട്ട് ഒരു മരുന്നും ഫലിക്കാഞ്ഞപ്പോ പ്രാർത്ഥന ഫലിച്ചല്ലോ. വലിച്ച് ഇനിയും ആരുടെ സഹായമില്ലാതെ നടക്കണം. യേശുവിന്റെ അത്ഭുതത്തിന്റെ കരം ഇന്നും അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. അവന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ആ വചനം ഓർത്ത് ദൈവത്തിനൊരു സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഹല്ലേലൂയ. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈകളെ നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടാകും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. കർത്താവേ, ഇന്ന് പ്രാർത്ഥനയാൽ എനിക്കൊരു വിടുതൽ തരണമേ എന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അകപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ നിരാശയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അദൃശ്യ കൈ അവരെ തൊട്ട് അത്ഭുതകരമായി അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൻ്റെ അധികാരം അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കാളിയാകാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ജീസസ് വോയിസിൻ്റെ TV മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ദിവസം 10-ലധികം പ്രാവശ്യം പല ചാനലുകളിലായി കർത്താവിൻ്റെ വചനം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനലക്ഷങ്ങളിലേക്ക് ഈ വചനം എല്ലാ ദിവസവും ഞങ്ങൾ എത്തിക്കുക. ഇതിന് ധാരാളം പണച്ചെലവുണ്ട്. നിങ്ങളെപ്പോലെ നല്ല ഹൃദയവും നല്ല മനസ്സുമുള്ളവർ അവരുടെ ദശാംശം, അവരുടെ മനഃപൂർവ്വ ദാനങ്ങളൊക്കെ ഈ ശുശ്രൂഷയ്ക്ക് അയച്ചു തരാറുണ്ട്. നിങ്ങൾക്കും അയച്ചു തരാം. താഴെ കാണുന്ന അഡ്രസ്സിൽ അല്ല ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ അയച്ചു തരേണ്ട ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഒന്നിച്ച് കർത്താവിൻ്റെ വചനം നമുക്ക് ലോകത്തിൽ പരത്താം. ദൈവവചനത്താൽ ജാതി മത വ്യത്യാസമെന്നെ എല്ലാവരും സമാധാനം പ്രാപിക്കട്ടെ, സ്വൈര്യത പ്രാപിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. മനുഷ്യനായി ജീവിച്ച എല്ലാവർക്കും ദൈവവചനം ഒരു പോസിറ്റീവ് എനർജിയാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്, നിത്യതയോളം എത്തിക്കുന്ന വചനമാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം.
നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായിട്ടൊരു എപ്പിസോഡ് നടത്താം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യഹോവ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും വർധനവിനാൽ നിങ്ങൾ വർദ്ധിക്കപ്പെടുകയും നിറവിനാൽ നിങ്ങൾ നിറഞ്ഞു വരികയും ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.